പ്രേക്ഷകരുടെ കണ്ട എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നല്ലത്. സത്യം പറഞ്ഞാലുള്ളടാ, ഫസ്റ്റ് ഡേ നമ്മൾ പടം കാണുമ്പോ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും കഥ അറിയാവുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഡേ. ഇനിയിപ്പോ ഒന്ന് കുറച്ച് കഴിഞ്ഞ് മനസ്സമാനത്തോടെയൊക്കെ ഇരുന്ന് കാണുമ്പോഴാണ് അവർക്കാണ് അവരോടാ ചോദിക്കുന്നത്. എനിക്ക് എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നത് എങ്ങനെയാണ്, എന്റെ ഓരോ സിനിമകളും കമ്പനി വിജയിച്ചാലും പരാജയപ്പെട്ടാലും എന്താണെങ്കിലും എനിക്കൊരു സിനിമ എന്ന് പറയുന്നത് എന്റെ ജയങ്ങളിൽ പെട്ടതാണ്. എന്റെ ഒരു വിജയമാണ് ഓരോ സിനിമയും. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഇത്രയും ഞാൻ പണിയെടുക്കുന്നത്, അതിന് വാല്യൂ കൊടുക്കുന്നത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് കാശ് മുടക്കാൻ ഒരാള് വന്ന് അത് ചെയ്യല്ലേ, അതിനോട് നമ്മൾ കമ്മിറ്റ്മെന്റ് വേണമല്ലോ. അത്രേ ഉള്ളൂ. എന്തായാലും അതിൽ ഞാൻ വിജയിച്ചു. അതെ, അത് തന്നെയായിരുന്നു നമ്മൾ ചെയ്യാൻ കാര്യം. അത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭയങ്കര കൊതിയുള്ള ക്യാരക്ടറാണ്. അത് രണ്ട് ഷെയ്ഡും കാണിച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ. ഇത് അട്ടപ്പാടിയായിരുന്നു. അട്ടപ്പാടിയും പിന്നെ കാടും ഇവിടെ അടിപൊളി. ബാക്കിയുള്ളവരെടുത്ത് ഹലോ, പ്രേക്ഷകരുടെ പടം കണ്ട എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പ്രേക്ഷകരുടെ പടം കണ്ട എക്സ്പീരിയൻസ് ആണ് ക്യാമ്പിംഗ് കൂടിയിട്ടില്ലാത്ത ആളുകൾക്ക് ക്യാമ്പിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനും കൂടെ പറ്റിയൊരു മൂവിയാണ്. മലയാളത്തിൽ ആദ്യമായിട്ടല്ലേ ക്യാമ്പിംഗ് ബേസ് ചെയ്തൊരു സ്റ്റോറി വന്നിട്ടില്ലല്ലോ. അപ്പം അതിൽ നടക്കുന്ന കുറച്ച് സംഭവബഹലമായ കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർന്ന് വന്നിട്ടുള്ളത്. അതായത് 8 പാട്ടുകളുണ്ട്, സൗഹൃദമുണ്ട്, പ്രണയമുണ്ട്, ഫൈറ്റ് ഉണ്ട്. അപ്പൊ എല്ലാ എലമെന്റ്സും കൂടി ഒത്തുചേർന്ന് വന്നിട്ടുള്ള നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും വന്ന് കാണുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. അപ്പൊ എല്ലാവരും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഈ ടീമോട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ടീം അടിപൊളിയാ. നമുക്ക് ആക്ച്വലി 2 ഡയറക്ടേഴ്സാണ് ഇതിലുള്ളത്. പിന്നെ ബിപിൻ ചേട്ടനാണല്ലോ. ബിപിൻ ചേട്ടൻ ഇതുവരെ മലയാളത്തിൽ ചെയ്തിട്ടില്ലാത്ത പോലത്തെ ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് ഇതിന് ചെയ്ത്. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ക്യാമ്പിങ്ങിന്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഷൂട്ടിന്റെ സമയത്ത്. പിന്നെ ഒരു ട്രാവൽ വൈബ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു ക്യാമ്പിന് പോയ ഫീൽ ആയിരുന്നു. ശരിക്കും ഒരു ക്യാമ്പിന് പോയ ഫീൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പോയി കാണാൻ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ലോജിക് പ്രശ്നവും ഇല്ല. കണ്ടന്റ് കൃത്യമായിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലോജിക്കലി നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് തിയേറ്ററിൽ ഇറങ്ങി വരുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവില്ല. സോ അതൊക്കെ നമ്മൾ വളരെ ക്ലാരിഫൈ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മോറോവർ അട്ടപ്പാടിയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ ഷജീർ പപ്പയാണ് ക്യാമറ ചെയ്തത്. ക്യാമറ വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. മ്യൂസിക് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ആദ്യത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് തോന്നുന്നു, എനിക്കറിയില്ല. പുള്ളി എന്റെ മുമ്പത്തെ പടത്തില് മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ മറ്റേ പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറയുന്നതിനിടയിൽ ജെൽ ചെയ്ത് പോകുന്ന ഒരു മ്യൂസിക്കൊക്കെ. അപ്പൊ നമുക്കൊരു വളരെ സമാധാനത്തോടെ കാണാൻ പറ്റുന്ന സിനിമയാണ്.